ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്ക് ഇന്നൊരു കിച്ചടി വയ്ക്കാം. കിച്ചടിയും പച്ചടിയും തമ്മിൽ തിരിച്ചറിയാൻ മേലാത്ത പലരും ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാനിപ്പോൾ പറയാം. പച്ചടിക്ക് നിശ്ചയമായിട്ടും മധുരം ചേർക്കണം, കിച്ചടിക്ക് മധുരം ചേർക്കണ്ട. പകരം പുളിക്കാത്ത തൈരൊഴിക്കണം. ചുമന്ന മുളക് ഇടേണ്ട കാര്യമില്ല കിച്ചടിക്ക്. പച്ചടിക്ക് ചുമന്ന മുളകും ഇടും, മഞ്ഞളും ഇടും. ഇത് രണ്ടും കിച്ചടിയിൽ ചേർക്കുകയില്ല. ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതിന് രണ്ടിനും ഒരേ പേര് പറയുന്നതാകാം. പക്ഷേ ഒരു സെൻട്രൽ ട്രാവൻകൂറിൽ, കോട്ടയത്തും ഒക്കെ പറയുന്നത്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേര് പച്ചടി എന്നല്ല, കിച്ചടി എന്നാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും മത്തങ്ങയുമാണ്. പൈനാപ്പിളും വെള്ളരിക്കായും കൂടെ ഞാൻ വയ്ക്കാറുണ്ട്, അത് യൂട്യൂബിൽ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിളും മത്തങ്ങയും കൂടെയാണ്. ഇത് പൈനാപ്പിൾ അരിയുന്ന പോലെ തന്നെ മത്തങ്ങയും കിച്ചടിക്ക് പോലെ, കപ്പളങ്ങ തോരൻ അരിയുന്നത് പോലെ ആണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിനധികം മസാലയൊന്നുമില്ല. പച്ചമുളകുണ്ട്, ഇതൊരു 4 പച്ചമുളകുണ്ട്. എരിവിന് പാകത്തിന് അത് മതിയായേക്കും. കൂടുതൽ വേണ്ടവർ, കുറയ്ക്കേണ്ടവർക്ക് ഒക്കെ അവർക്ക് 1 or 2 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അവരവരുടെ വീട്ടിലെ താല്പര്യമനുസരിച്ച്. പിന്നെ നമുക്ക് തേങ്ങ അരയ്ക്കണം. കണ്ടോ, കുറച്ച് തേങ്ങ മതി. അത് നല്ല വെണ്ണ പോലെ അരയണം. വെണ്ണ പോലെ അരച്ച് അവിടെ വയ്ക്കുക. വേറെ ഒന്നും ചേർക്കണ്ട. ജീരകവും ചേർക്കുകയില്ല. കിച്ചടിക്ക് ഒരു മസാലയില്ലെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കിച്ചടിയിൽ ജീരകവും ചേർക്കണ്ട, ഉലുവയും വേണ്ട. പിന്നെ വേണ്ടത് ഇത് കണ്ടോ, ഇതൊരു 3 ടീസ്പൂൺ പച്ചക്കടുക്. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് മേക്കർ. കിച്ചടിയെ കിച്ചടിയാക്കുന്നത് കടുക് ചതച്ചതാണ്. ഇത് പച്ചടിക്കും ഇടണം. പച്ചടി കാണാനൊരു ഭംഗി വേണമെങ്കിലും വേണം, അതിൻ്റെ ടേസ്റ്റിനും കടുക് ചതച്ചത് ഇടണം. അരച്ചതല്ല, കടുക് ചതച്ചത്. കടുക് കൂടുതൽ അരഞ്ഞു പോയാൽ ഒരു കയ്പ്പ് വരും കറിക്ക്. ഇത് നമ്മൾ കണ്ണിമാങ്ങയിലിടും. അതുപോലെ തന്നെയാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ ഒറ്റ പൾസ് ഉടൻ മാറ്റണം വിരൽ. അങ്ങനെ ചെയ്ത് ഇതുപോലെ എടുക്കാൻ സാധിക്കും. ഞാൻ പണ്ടൊക്കെ നമ്മൾ അരകല്ലെ ചതക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം വയ്ക്കാം. പച്ചമുളക് ഇട്ടു, മത്തങ്ങ ഇട്ടു, പൈനാപ്പിളും ഏകദേശം രണ്ടും ഒരുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിട്ടില്ല. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നു, ഒരു 1.25 ടീസ്പൂൺ. ഇനി കുറച്ച് വെള്ളം വയ്ക്കണം. വെള്ളത്തിൽ വേകണം. കട്ട തൈരാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉറച്ച് എടുത്ത തൈര്. ഒട്ടും പുളിയും കാണരുത്. നല്ല തൈര് സ്വാദ് വേണം. നല്ല ഫ്രഷ് തൈരിൻ്റെ സ്വാദുണ്ടായിരിക്കണം. നെകക്കെ ഒഴിച്ചില്ല വെള്ളം. ഉണ്ടോ? ഇതൊരു ചട്ടിയാണേ. ഇതിവിടെ പാക്കിൽ നിന്ന് എൻ്റെ ഒരു കസിൻ മേടിച്ചു തന്നതാണ്. പുള്ളിക്കാരത്തിയുടെ പേര് അമ്മിണിന്ന് ഞങ്ങൾ വിളിക്കും. ഗോമതി അമ്മ എന്നാണ് പേര്. അപ്പോൾ എനിക്ക് എല്ലാ കൊല്ലവും ഒരു ചട്ടി, ഒരു കലവും ഒക്കെ അവിടുന്ന് മേടിച്ചു തരും. നമ്മുടെ ഇവിടെ കുമാരനെല്ലൂരടുത്ത് സംക്രാന്തിയിലും വരും ഇത്. അപ്പോൾ ഞങ്ങൾ ഒലക്ക അതൊക്കെ പണ്ട് മേടിച്ചിരുന്നത് ഞാൻ സംക്രാന്തി എന്നാണ്. കർക്കിടക 1-നാണ് ഈ സംക്രാന്തി ആഘോഷം. അതൊരു വലിയ ആഘോഷമാണ്. സംക്രാന്തി വാണിഭത്തിൽ പക്ഷേ കൽച്ചട്ടി ഞാൻ കണ്ടിട്ടില്ല. അത് ഉത്സവകാലത്താണ് വരാറ്. ആട്ടുകല്ല്, അരകല്ല്, ഒരള്, ഒലക്ക, കൊട്ട, വട്ടി, മുറം, പരമ്പ്, വലിയ ചിക്കുവായ, ഇതെല്ലാമായിട്ട് ആൾക്കാർ വരുമായിരുന്നു ഈ സംക്രാന്തി വാണിഭത്തിൽ. ഇപ്പം ഞാൻ പോകാറില്ല, അതുകൊണ്ട് എനിക്കറിയാനും വയ്യ. ഇതൊന്ന് വേകട്ടെ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 10 മിനിറ്റ് ഏകദേശമായിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും. കണ്ടോ, ഒരു ശകലം വെള്ളം ഇങ്ങനെ ഊറി വരാൻ മാത്രം കിടപ്പുണ്ട്. ഒന്നും വെന്തുടഞ്ഞ് കലങ്ങിയിട്ടൊന്നുമില്ല. ഈ കഷ്ണം കാണുന്നതാണ് കിച്ചടിക്ക് നല്ലത്. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഇതിൻ്റെ അരപ്പ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഒരു 3/4 കപ്പ് തേങ്ങയാണ്. ഇതങ്ങ് ഒഴിക്കുക. തേങ്ങ ഇട്ടിട്ട് കണ്ടോ, നല്ല വെള്ള തേങ്ങ. ഇതുപോലെ തേങ്ങ പച്ചടിക്ക് വയ്ക്കുമ്പം, അതായത് മധുരപ്പച്ചടി വയ്ക്കുമ്പം തേങ്ങ കണ്ടമാനം അരയ്ക്കുകയില്ല, അവിയലിൻ്റെ അത്രേ അരയ്ക്കുകയുള്ളൂ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിലോട്ട് കടുക് പരിപ്പായിട്ട് മുഴുവൻ എടുത്തല്ല, ചതച്ച് പരിപ്പ് വെളിയിൽ കൊണ്ടുവന്നത്. അപ്പം അത് മഞ്ഞയും കറുപ്പുമായിട്ട്, ഇതാണ് മസ്റ്റർഡ് കളർ.
ഇതുപോലെ മാമ്പഴത്തിൻ്റെ ഉള്ളിലെ നിറത്തിന് മാമ്പഴ മഞ്ഞ എന്നുമൊക്കെ പറയും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സംഗതിയും കൂടെ ഒഴിച്ചാൽ മതി. ബാക്കിയെല്ലാമായി. ഒട്ടും പുളിക്കാത്ത തൈര് ഉടയ്ക്കണം, ഉടയ്ക്കാതെ ഒഴിക്കരുത് കേട്ടോ. എന്നാന്നറിയോ, ഉടയ്ക്കാതെ ഒഴിച്ചാൽ ഈ ചൂട് കാരണം കട്ടേന്ന് അതിലെ പ്രോട്ടീനൊക്കെ ചിലപ്പം പുറത്തു വരും. പ്രോട്ടീൻ ഇങ്ങനെ വന്നിട്ട് ആ ഭാഗം അവിടെ ഇവിടെയൊക്കെ ഉണ്ടച്ചുണ്ടച്ച് കിടക്കും. പ്രോട്ടീൻ പുറത്ത് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 കപ്പോളം തൈര് ഞാൻ ഒഴിച്ചു. ഇത് കുറുകും, അതുകൊണ്ട് കുറച്ചും കൂടെ തൈര് ഒഴിക്കാം. തീ താത്തിയിട്ടിരിക്കുകയാണ്. പച്ചമുളകിൻ്റെ മണം വരുന്നുണ്ട്. ഇത് പാകത്തിന് പാത്രപാകം വന്ന് ശരിക്ക് ഇലയെ വിളമ്പിയാൽ അവിടെ നിൽക്കുന്ന പാകത്തിന് വരും. വെട്ടിത്തിളയ്ക്കണ്ട, നല്ലപോലെ ചൂടായാൽ മതി അരപ്പും തൈരും. ഇനി ഒന്ന് കടുക് വറക്കണം. കടുകും മുളകും കരിവേപ്പിലയും മാത്രം. അതിനകത്ത് ഉലുവയൊന്നും ഇടാൻ പാടില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും ഇതിന് വേണ്ട. കറിവേപ്പില ഇട്ടു. ഇനി ഇത് കടുക് വറക്കാം. കടുകും മുളകും കരിവേപ്പിലയും വെളിച്ചെണ്ണയെ വറുത്തിട്ടു. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ അടച്ച് വയ്ക്കും. കാരണം ഈ കടുക് വറുത്തതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഇതിലെല്ലാം വ്യാപിക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഉടനടി ഇളക്കാൻ പാടില്ല. ഇങ്ങനെ അടച്ചവിടെ വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എല്ലായിടത്തോട്ടും കടുക് വറുത്തതിൻ്റെ ആ ഫ്ലേവറും കൂടെ വ്യാപിക്കും. പിന്നെ ഇളക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒന്നാന്തരം ഒരു കറി കിട്ടും. ഈ കിച്ചടി സദ്യയ്ക്കും ഒക്കെ വേണമെങ്കിൽ വിളമ്പാം. പക്ഷേ സദ്യയിലെ രാജാവ് പാവയ്ക്ക കിച്ചടിയാണ്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുമുണ്ട്. പിന്നെ ഇത് കഴിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ, അതിനും ഉണ്ടൊരു ചിട്ട. ആദ്യം സദ്യയ്ക്ക് പരിപ്പും നെയ്യും പപ്പടവുമാണ് കുഴച്ചുണ്ണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് കിച്ചടി കൂട്ടി നോക്കിയേ. കിച്ചടിയാണ് അവിടെ തീർക്കണം. പരിപ്പ് തീരുമ്പോൾ കഴിച്ചു കഴിയുമ്പോൾ ശകലം ചോറേ മേടിക്കുള്ളായിരിക്കും. ആ കിച്ചടിയാണ് ഇടയ്ക്കിടയ്ക്ക് വായിൽ വെക്കേണ്ടത്. ബ്ലാൻഡാണ് പരിപ്പ്. അതിൻ്റെ കൂടെ അധികം പുളിയില്ലാത്ത താരതമ്യേന ബ്ലാൻഡായ മറ്റൊരു എന്നാ ഉണ്ടോ പുളിയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് കൂട്ടി കഴിക്കണം. അപ്പോൾ അതും മനസ്സിലാക്കണം സദ്യയ്ക്ക് എങ്ങനെയാണ് ഉണ്ണേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരും, ഇത് രണ്ടും കൂടെ ചേർത്ത് എന്തിനാണെന്ന്. പാവയ്ക്ക കിച്ചടിയുടെ സ്വാദല്ല വെള്ളരിക്ക കിച്ചടിക്ക്. അതും വെള്ളരിക്കയും പൈനാപ്പിളും കൂടെ വയ്ക്കുന്ന സ്വാദല്ല വെള്ളരിക്കയും മത്തങ്ങയും കൂടെ വെച്ചാൽ. എല്ലാം പേര് വെണ്ടയ്ക്ക കിച്ചടി വെച്ചാൽ മറ്റൊരു സ്വാദാണ്. ഉള്ളി കിച്ചടിക്ക് ഇനിയും പുതിയ വേറൊരു സ്വാദാണ്. അതുകൊണ്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റ് മാറ്റുമ്പം രുചി അതിഭയങ്കരമായിട്ട് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. സത്യത്തിൽ ദൈവം ഇടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവീകമായ ഈ കറി തീർച്ചയായിട്ടും ഏത് ആയുർവേദ മരുന്നിൻ്റെ പഥ്യക്കാർക്കും ഇത് കഴിക്കാം. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക. നന്ദി, നമസ്കാരം.